ഗുണങ്ങൾ ഈ സിസ്റ്റത്തിലുണ്ട്. ഈ സിസ്റ്റത്തിൽ നമ്മുടെ ബോൾ ചെരിഞ്ഞ് വീഴുമ്പോൾ അതിമോനു അത് കുറെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലേ, പക്ഷെ അത്രയും മതി. പക്ഷെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്നുകൂടി പറയണം അല്ലേ അതിന്റെ വർക്കിംഗ്. ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന ഈ സംവിധാനത്തെ ഈ ബോട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന രണ്ട് ഭാഗങ്ങളുണ്ടാവും പറഞ്ഞത്. ഇത് ഇതിന് ടിൽറ്റിംഗ് സിസ്റ്റം എന്ന് വേണം പറയാം. ടിൽറ്റിംഗ് സിസ്റ്റം, റിലേ സിസ്റ്റം. അപ്പോൾ റിലേ സിസ്റ്റമാണ് നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് വിവരം കൊടുക്കുന്നതും അതോടൊപ്പം ലേസർ ബീം വഴി ബോട്ടിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടി സഹായിക്കുന്നതും. അപ്പോൾ അതിനാവശ്യമായ വൈദ്യുതി സർക്യൂട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ വൈദ്യുതി സർക്യൂട്ട് പൂർത്തീകരിച്ച് ഇത് പ്രവർത്തിക്കേണ്ടതുള്ളൂ. സാധാരണഗതിയിൽ ബോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയ ചാഞ്ചാട്ടങ്ങൾ ഇങ്ങനെയും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ആ സമയത്തൊന്നും ഇത് പ്രവർത്തിക്കേണ്ട കാര്യമില്ല. വെള്ളത്തിലൂടെ പോകുന്ന സാധനമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങോട്ട് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിയായിട്ട് കണ്ടാവും. ഇങ്ങനെ ചെരിഞ്ഞാൽ പോലും ഇത് പ്രവർത്തിക്കുന്നില്ല. പക്ഷെ കൂടുതലായിട്ട് ചെരിയുമ്പോഴാണ് ഇതിന് പ്രവർത്തിക്കുക. അത് ഇങ്ങനെ ഇത്രയും കൂടുതലായിട്ട് ചെരിയുമ്പോഴാണ് അപകടത്തിൽ അത്രയും ചരിവ് വന്നിട്ടുണ്ടെങ്കിൽ ബോട്ടിന് അപകടം സംഭവിക്കും. വെള്ളത്തിൽ മുങ്ങിപ്പോവും, പിന്നെ പറഞ്ഞു പോവും, ആളുകൾ ചിലപ്പോൾ ചാടി വീഴും പോവും. ഈ സമയത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനമുള്ള. ഏത് ബാറ്ററി? ഒരു ബാറ്ററി. ഇത് രണ്ട് ബാറ്ററികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റോറേജ് ബാറ്ററിയും മറ്റേത് സാധാരണ ട്രൈസെല്ലുമാണ്. ഏകദേശം കാര്യങ്ങളൊന്നും പറയാനുള്ളൂ. ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഘട്ടനോട് സഹായത്തോടു കൂടി ഇതും കൂടി ഉൾപ്പെടുത്താം അല്ലെ. ടിൽറ്റിംഗ് സിസ്റ്റവും റിലേ സിസ്റ്റവും ഉണ്ട് എന്നുള്ളതും കൂടി ഉൾപ്പെടുത്താം. അത് ബോട്ട് ചെരിയുന്നതെന്ന് ഇംഗ്ലീഷ് പറയാം. എന്നാല് അങ്ങ് എടുക്കാം.